സമയം ഒരു 7:15 കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറീസിൻ്റെ നമ്മുടെ സെക്കൻഡ് ഡേയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേ സ്ട്രെയിറ്റ് എങ്ങോട്ടാണെന്ന് നമുക്ക് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. കുറേ വിഷ്വൽ ബ്യൂട്ടീസ് നമുക്ക് കാണിച്ചു തരാൻ ഇന്ന് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങൾ ഇതുവരെ ബെഡിൽ നിന്ന് നീട്ടിട്ടൊന്നുമില്ല. ഇനി നീക്കണം, കുളിക്കണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങണം, വെക്കേറ്റ് ചെയ്യണം റൂം. പുറത്തിറങ്ങിയിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. അപ്പം ഞാൻ ഇനി പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചത്, കാരണം നല്ല ടയേർഡാണ്. ഇനി വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് പോകുമ്പോൾ ഉള്ള വീഡിയോസ് നല്ല ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ പാക്ക് ചെയ്ത് രണ്ടാളും റെഡിയായി, എല്ലാം സെറ്റാക്കി. ഞങ്ങളിനി ഈ വ്യൂവിനോട് വിട പറഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് ആക്ച്വലി ഒരു ഷോളാട്ടോ. ഏട്ടാ റെഡിയല്ലേ പോവാൻ? ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാട്ടോ ഉള്ളത്. നല്ല അടിപൊളി വ്യൂ. കുറേ ആൾക്കാർ സൈഡിലൂടെയൊക്കെ പുറത്തത്തെ ആൾക്കാരാണ്. പക്ഷെ അതെന്ത് കാണാനാ പോകുന്നത് ഒന്നും മനസ്സിലായില്ല. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യൂ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഈ ഹോട്ടൽ ഗൗരി കൃഷ്ണ ആനയമലൈ, അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കുക. റോഡ് നിറയെ വണ്ടികളാണ്. പാർക്കിങ്ങിന് അങ്ങനെ പ്രത്യേകമായിട്ട് സ്പേസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ റോഡ് സൈഡ് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. സോ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതാ കാണുന്നതാണ് ഷോപ്പ്, ആ ഗ്രീൻ കളറിൽ എഴുതിയ. നല്ല തിരക്കുണ്ട്. ഇതാണ് ഷോപ്പ്. ഇതാക്കി വേണ്ട കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കാളകള്, പശുക്കള്, കാളവണ്ടികളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. റോഡ് നിറയെ പോകുന്നത്. കുറെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അന്നേരം സ്പോട്ടിൽ കണ്ട് ആസ്വദിച്ച്. പിന്നെ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇതൊന്നും ഇറങ്ങിയെടുക്കാനുള്ള ഒരു സമയമല്ല. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച റിവ്യൂ പറയാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിന് ഗൗരി കൃഷ്ണ എന്ന ഹോട്ടലിന്റെ പേര്. ഞങ്ങൾ നെയ്റോസ്റ്റോ കറക്റ്റ് സമയത്ത് ഒരു കാളവണ്ടി പോയപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇത് ആനമല ടൗണിലാണ് വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കുഴപ്പമില്ല. ഇന്ത്യ നെയ്റോസ്റ്റ് ഒക്കെ നല്ല ക്രിസ്പി ആയിരുന്നു. ലാസ്റ്റ് കഴിച്ച് കഴിയുന്നവരെ നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഉടുമ്പൽപേട്ടയിലേക്ക് തിരിയണം. ഓക്കെ, അപ്പൊ ഇന്റത് കുഴപ്പമില്ല. പക്ഷെ ഏട്ടന് മറ്റേ പൊടിദോശയാണ് തിന്നത്. പക്ഷെ അത് ഏട്ടന് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഓരോ റോയിലേക്ക് ഓരോ സപ്ലയേഴ്സാണ്. അപ്പോൾ അവർ ഫ്രീ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം അത്രയേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ലാത്ത ഫുഡ്, കുഴപ്പമില്ല എന്ന് പറയാം. അപ്പം ഞങ്ങളിപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ
ആയിട്ടുള്ള പ്ലേസ് ആട്ടോ. നമ്മൾ പോകുന്ന റോഡ് സൈഡ് മുഴുവൻ ഒരു നന്നായിട്ട് മരങ്ങളും, അതായത് പുളിമരൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചത്. അപ്പൊ നല്ല തണലാണ് മൊത്തം. ഒരു തമിഴ്നാട്, നല്ല അടിപൊളി തമിഴ്നാട്. ഈ ഒരു വഴിയിലൂടെ അങ്ങനെ കാളവണ്ടിയൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ കാളവണ്ടികളുണ്ട്. ഇപ്പൊ റോഡ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിറയെ കാളകളൊക്കെ ഉണ്ട്, പശുക്കള്. നല്ലതാ ഇപ്പൊ തന്നെ ഇവിടെയൊക്കെ കാളയും പശുവൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം. ഇത് ഇവിടുത്തെ സ്ഥിരം ഒരു കാഴ്ചയാട്ടോ. സ്ഥിരം മീൻസ് ഞങ്ങളത് വന്നിട്ട് കുറേ നേരമായി ഈ ഒരു കാളവണ്ടികൾ കുറേ കാണുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ അവിടെ ഒന്നും ഇല്ലാത്ത ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം. ചില ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ബാക്കോട്ട് നോക്കിയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയില്ലല്ലോ. ഞാൻ ശരിക്കും ഒരു ട്രാവൽ മാത്രം വ്ളോഗ് ചെയ്യാണ് നല്ലായിരുന്നു ആക്ച്വലി എൻ്റെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത് മിസ് ചെയ്യണ്ട. ഞാൻ കണ്ട ആ മൊമെന്റും എനിക്ക് എടുത്തു വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റും. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വ്ളോഗായി ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡും. അതേപോലെ മൂന്നാർ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും ഓരോ സ്ഥലത്തെ സ്പെഷ്യാലിറ്റീസും അതേപോലെ തന്നെ ടിക്കറ്റിന്റെ റേറ്റ്, അതേപോലെ എത്ര ആൾക്ക് പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എന്തായാലും മെൻഷൻ ചെയ്യും. അത് ഞാൻ എവിടെയാണ് സ്റ്റാർട്ടിങ് അതിന്റെ ടൈം ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം കണ്ടാൽ മതിയല്ലോ. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കാണാം. എന്താ ഇവിടെ എല്ലാവരും വണ്ടി നിർത്തുന്നു. ഇവിടെയൊക്കെ നിറയെ കണ്ടോ മാവുകളെ ഈ പറമ്പ് നിറച്ച് വെച്ചത്. അവിടേക്ക് ഹൈറ്റിൽ നമ്മുടെ നല്ല സ്ഥലം കേട്ടോ. കാരണം നല്ല ടൂറിസ്റ്റുകളും ഉണ്ട്. നല്ല അത് ആനകളുള്ള ഏരിയ ആണ് അവിടെ ചെയ്തു വെച്ച്, ഇങ്ങനെ പിക്ചോറിയൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എലഫന്റ് സോൺ ആട്ടോ ഇത്. ആനമലൈ ടൈഗർ റിസർവ് ആട്ടോ ഇത്. പിന്നെ ഭയങ്കര ഇതായിട്ട് പറയാനും എനിക്കറിയില്ല. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചില സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് പോകുന്നത് എരവിക്കുളല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്തെ വിശേഷങ്ങളും അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് പോവാം. ഇത് ആനമലൈ ടൈഗർ റിസർവ് തിരുപ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ ആട്ടോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ ആണ്. എന്താ സംഭവം ഇത്? ഇപ്പൊ ഞാൻ ചെക്ക് പോസ്റ്റിൽ ഒരു 50 രൂപ പേ ചെയ്തു കേട്ടോ. അവിടെ ഒരു വണ്ടിക്ക് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇവിടെ നമ്മളെ ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് ചെക്ക് ചെയ്തു കേട്ടോ. നിറയെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് കേരളത്തിലേക്ക് കടന്നു കേട്ടോ. അത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അതെന്താ മലയണ്ണാനോ? ഓക്കെ, അപ്പൊ ഇവിടെ മലയണ്ണാൻ ഉണ്ടാവും എന്നാണോ അതിന്റെ മീനിങ്? ഇത് കാനോപ്പി ബ്രിഡ്ജ് ആണ്. ഓ, മേലക്കൂടെ കാനോപ്പി ബ്രിഡ്ജ് ഉണ്ട്. അത് ചെറിയ മൃഗങ്ങൾക്ക് പോകാനുള്ളതാ. കുറേ ആര്യവേപ്പിന്റെ മരങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ സ്ഥലത്തും കണ്ട് ആര്യവേപ്പ്, അതേപോലെ തന്നെ പുളീന്റെ മരം, കുറേ കള്ളിച്ചെടി. ഓക്കെ, കള്ളിമുൾച്ചെടി. ഇത് തണുപ്പൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അത് ഞാൻ വെറുതെ കെട്ടിയതാ. പുതിയ സ്കാർഫ് ആയതുകൊണ്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിട്ട്. ഇവിടെ പാറകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. തണുപ്പുണ്ടോന്ന് ചോദിച്ചാൽ പുറത്ത് അധികം തണുപ്പൊന്നുമില്ല. പക്ഷെ ചെവി ഇങ്ങനെ അടയുന്നുണ്ട് ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ.
ഇവിടെ ഇടിഞ്ഞ് താഴ്ന്നിട്ട സ്ഥലം ഞങ്ങൾ അവിടെ സൈഡാക്കി നിർത്താൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ കണ്ട് പേടിച്ചിട്ട് വേഗം അവിടെ നിന്ന് എടുത്തു. ഞങ്ങളിതാ ഇവിടെ ഇറങ്ങിയ സമയത്ത് ദൂരെ എന്ന് പറയാൻ പറ്റില്ല, ക്യാമറയിൽ കുറച്ചുകൂടി ദൂരെയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടം, ഒരു ആതിരപ്പള്ളീൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. ഇപ്പൊ നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. നേരത്തെ അത്രയും കാർന്ന് വരുമ്പോൾ ഭയങ്കര ചൂടുള്ള തോന്നിയിട്ടുണ്ടായിരുന്നു. ചിന്നാർ വന്യജീവി സങ്കേതം അവിടെ എത്തി. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തിപ്പോൾ ഇതിനെ കണ്ട് മാനുകളുണ്ട്. ഇതിനകത്തൊക്കെ മാനുകളുണ്ട്. ഒരു 4-5 മാനുകൾ ഇപ്പം നടക്കുന്നത് കണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോവുകയാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. കാരണം ഓഫ്ലൈനിൽ വലിയ ക്യൂ ഉണ്ടാവും എന്നൊക്കെ വീഡിയോസിൽ കണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനിലായിരിക്കും ബെറ്റർ. 200 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. ഇതിപ്പോൾ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഞങ്ങൾ കുറേ സ്ലോട്ട്സ് ഉണ്ട് കേട്ടോ. ഒരു 3 സ്ലോട്ടാണ് ഒരു ഡേ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് 2 മണി to 4 മണിക്കുള്ള ആ സ്ലോട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം സമയം 1:45 എത്താൻ ഇനിയും ഒരു 22 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കറക്റ്റ് ആ തേയിലത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരവികുളത്തേക്ക് പോകുമ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ ആയത്. ഇവരുടെ ക്യൂ നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ അവർ ഇത് സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ക്യാമറേൻ്റെ കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഫോൺ തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് അതിനൊന്നും പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തായാലും പോയി നോക്കിയിട്ട് പിന്നെ അവിടുത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയാം കേട്ടോ. മയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാട്ടാനകളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് രാത്രിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാന്നുള്ള ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇതൊക്കെ കണ്ണൻദേവൻ്റെ ആണ് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെ എഴുതി വെച്ചൊന്നും എവിടെയും ബോർഡൊന്നും കണ്ടില്ല. പക്ഷെ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ പറയുന്നു ഇതൊക്കെ അതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇതിൻ്റെ അകത്താണ് പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പം അങ്ങോട്ട് കയറി ഇനി പാർക്ക് ചെയ്തിട്ട് ബാക്കി.
ആൾക്കാരൊക്കെ അവിടെ ഭയങ്കര ക്യൂ ആണ്. ഇപ്പത്തുണ്ട് ഫുഡൊക്കെ ഇനി ഉണ്ടാവുമോ? സമയം ഇപ്പോൾ 4:30 ആയിട്ടോ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ലഞ്ച് കഴിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചിട്ട് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കഴിക്കാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 4:30 സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ ഫുഡൊന്നുമില്ല. ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ഇവിടെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഇതുവരെ റൂമിൽ കയറിയിട്ടില്ല. സോ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ. അത് ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ട് റൂമിലേക്ക്. ഞങ്ങൾ 3 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പക്ഷേ ലേറ്റായി. കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. കംപ്ലീറ്റ് എൻഡൊക്കെ സ്റ്റോപ്പായി. ഇത് അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരാൾ വിൽക്കുന്നത് കണ്ടു വാങ്ങിച്ചതാട്ടോ. ഇതിൽ 4 പീസസ് പൈനാപ്പിൾ ഉണ്ടാവും. 20 രൂപയാണ്. ഞങ്ങൾ ഒരു സെറ്റേ വാങ്ങിച്ചിട്ടുണ്ട്. അയാൾ കുറേ നിർബന്ധിച്ച്, കാരണം അവിടുത്തെ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കുറേ നിർബന്ധിച്ച് നോക്കി. പക്ഷെ നമ്മൾ ഇതേ വാങ്ങിച്ചുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒക്കെ വെജിറ്റേറിയനാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുരോഹിതോ പ്യുവർ വെജിറ്റേറിയൻ. ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഒന്നാമത് ഞങ്ങൾ രാവിലെ ഒരു ദോശ കഴിച്ചതാ. പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ പൈനാപ്പിൾ ഇപ്പോൾ കഴിച്ചതല്ലാതെ. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും എവിടെയും കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. സമൃദ്ധി റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. സംഭവം കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെ കണ്ട് 4.9 ഒക്കെ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇനി പോയി നോക്കാം എന്തായാലും. ഞാൻ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നത്. ആൻഡ് ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി നോക്കാം.
ഫുഡ് കഴിച്ചത് എന്താ വെച്ചാൽ മെനു കാർഡ് നോക്കിയപ്പോൾ 250 ആണ് ഫിഷ് ബിരിയാണിക്ക്, 230 ആണ് ചിക്കൻ ബിരിയാണിക്ക്. അത് കണ്ടിട്ട് ഞാൻ മെയിനായിട്ട് ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തത്. ഞാനങ്ങനെ ഫിഷ് ബിരിയാണീൻ്റെ ഒരാളല്ല. നോർമലി ഞാനാണെങ്കിൽ ചിക്കൻ ബിരിയാണി എപ്പോഴും പറയില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, വലിയ പ്രൈസ്, ഞാൻ അത്രയും വിലേൻ്റെ ഒന്നാമത് 350 ഒന്നും കണ്ടാൽ ഞാൻ വാങ്ങിക്കൂല. പക്ഷെ ബില്ല് വന്നപ്പോൾ ഫിഷ് ബിരിയാണിക്ക് 350, ചിക്കൻ ബിരിയാണിക്ക് 250, ചതിയാണ് 230. ഭയങ്കര ഡിഫറൻസ്. ബില്ല് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. ശരിക്കും അവര് അവിടെ മെൻഷൻ ചെയ്തത് ഞാൻ ആദ്യം ഇത് മെനു കാർഡ് കാണിച്ചിട്ടുണ്ട്. ആ മെനുവിൽ കാണിക്കുന്ന റേറ്റ് അല്ല, അങ്ങനെ ചെറുതായി. ഇനി സ്ട്രെയിറ്റ് റൂമിലേക്ക് പോവാണ്. ഇതുവരെ ചെക്ക് ഇൻ ചെയ്തില്ല. അവരാണെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്, സാർ എപ്പോഴാണ് വരിക. മോർണിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു 3 മണിയാകുമ്പോഴത്തേക്ക് എത്തും. പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളൊരു 5 മണിന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമയം ഒരു 5:38 ആയിട്ടുണ്ട്. ഇനി ഒരു 9 മിനിറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റിലേക്ക് ഫുഡ് വേണമെന്നൊക്കെ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. ഇനി പുറത്ത് അന്വേഷിച്ച് പോകണ്ടല്ലോ. എന്താ ടീ വാലി ടീഡയിലുണ്ടോ? നിറയെ എല്ലാ റിസോർട്ടിന്റെയും ഉക്കത്തിന്റെയും ബോർഡുകളുണ്ട്. പക്ഷെ ടീഡയിൽ കണ്ടില്ല. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടുതൽ നമ്മളെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാനായി ഉണ്ട്. എന്താ ഒന്നും അറിഞ്ഞൂടാ. കാരണം ജസ്റ്റ് ഫോട്ടോ കണ്ട് അപ്പത്തെ ഒരു അവൈലബിലിറ്റിയിൽ ബുക്ക് ചെയ്തതാണ്. കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാണോ? കാരണം അതൊക്കെ അപ്പത്തേക്ക് ഫില്ലായി പോയി. സാരല്ല, നല്ല വ്യൂ ഉണ്ട്. ഇത് കറക്റ്റ് ഒരു തമിഴ്നാട് വൈബില്ലേ ഈ സ്ഥലം. ആടുകളൊക്കെ നല്ല ഉണ്ട ആടുകൾ. നല്ല ഇതാണ് കേട്ടോ റൂം. ഫസ്റ്റ് തന്നെ ബാത്റൂമാണ്. അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മിറർ, ഒരു TV, ഒരു ബെഡൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സംഭവമേ അല്ല. ഇത് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. വ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ തുറക്കാനൊന്നും പറ്റൂല. കാരണം എന്താ, ഇതിവിടെ തുറന്ന് പുറത്ത് പോകാട്ടോ. പക്ഷെ തുറക്കുന്നില്ല. അവിടെയൊക്കെ അങ്ങോട്ടൊക്കെയാണ് ടീൻ്റെ ഒക്കെ കാണുന്നത്. പക്ഷെ ഈ ഒരു നേരെ ഈ താഴെ കാണുന്ന ഈ സ്ഥലത്തൊക്കെ പുല്ലുകളൊക്കെയാണ്. നല്ല കൊതുണ്ട്. അതുകൊണ്ട് ഇപ്പം തുറക്കുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു റൂമല്ല പ്രതീക്ഷിച്ചത്. കാരണം ഒരു ഡേയിലേക്ക് നമുക്ക് എത്ര വരുന്നുണ്ട് പ്രൈസ്? 3750 രൂപ വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ താമസിച്ചത് വെറും 2500 രൂപയ്ക്കാണ്. പക്ഷേ അത്രയും ഒരു കോസി ആയിട്ടുള്ള റൂമായിരുന്നു. പക്ഷെ പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇന്നത്തേക്കും നാളത്തേക്കും ബുക്കും ചെയ്തു. അതിൻ്റെ നല്ല വിഷമമുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഇവിടെ തന്നെ നമ്മൾ ഡിന്നർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പോയിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇപ്പോൾ സമയം ഒരു 9:45 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കിടക്കാനുള്ള പ്ലാനിലാണ്. കാരണം കിടന്നിട്ട് നാളെ നേരത്തെ എണീച്ചിട്ട് ഏട്ടന് ഡോഗിൻ്റെ ഒരു ചെറിയൊരു മാന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കൈക്ക്. അതിന് ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഇഞ്ചക്ഷൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നാളെ ഒന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് സെൻറ്ററിൽ വെച്ച് ചെയ്താൽ മതി എന്നുള്ളതിനെ കൊണ്ട് നമ്മളിവിടെ അടുത്തൊരു ഹെൽത്ത് സെൻറ്ററിനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകാനുണ്ട്. അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികളൊക്കെ ഇതോടുകൂടി അവസാനിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം പുതിയൊരു വ്ളോഗുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.